പരിശുദ്ധ കന്യകാമാതാവിന്റെ ചിത്രത്തെ വികലമാക്കി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സ്വർഗ അനുരാഗികളുടെ റാലിക്കെതിരെ ഒറ്റയാൾ സമരം നടത്തിയ പോളണ്ടിലെ 15 വയസ്സുകാരൻ ലോകശ്രദ്ധ നേടി. എതിരെ വരുന്ന 1000-ലേറെ വരുന്ന പ്രകടനക്കാരെയും പോലീസിനെയും കൂസാതെ ഉയർത്തിപ്പിടിച്ച കുരിശുമായാണ് ജാക്കൂബ് ബാരിലിയ തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. സമത്വം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് പോളണ്ടിലെ പ്ലോക്കിൽ 1000-ഓളം വരുന്ന സ്വവർഗാനുരാഗികൾ പ്രകടനം നടത്തിയത്. പ്രകടനം കാണാനെത്തിയ വിദ്യാർത്ഥിയായ ജാക്കൂബ് വികലമാക്കപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ച പരിശുദ്ധ മാതാവിന്റെ ചിത്രം കണ്ടതോടെയാണ് അസ്വസ്ഥനായത്. ഉടൻ തന്നെ തൊട്ടടുത്ത പ്ലോക്ക് ഇടവക വികാരിയെ കണ്ട് ഒരു കുരിശ് ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യം ഭയപ്പെട്ട വൈദികൻ പിന്നീട് ജാക്കൂബിന് കുരിശ് നൽകുകയായിരുന്നു. കുരിശുമായി നേരെ പ്രകടനത്തിന് മുന്നിലേക്ക് നീങ്ങിയ ജാക്കൂബിനെ ആരും ആദ്യം ഗൗനിച്ചില്ല. എന്നാൽ തോക്കുകളുമായി നീങ്ങുന്ന സുരക്ഷാ സേനയ്ക്കും മുദ്രാവാക്യം മുഴക്കിയെത്തുന്ന 1000-ഓളം വരുന്ന സ്വവർഗാനുരാഗികളെയും കൂസാതെ പ്രകടനത്തിന് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു ജാക്കൂബ്. ഇതോടെ ക്യാമറ കണ്ണുകളും പ്രതിഷേധക്കാരുമെല്ലാം ജാക്കൂബിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്നാൽ അചഞ്ചലനായി ക്രൂശിത രൂപവും ജപമാലയും ഉയർത്തി നിന്ന ജാക്കൂബിനെ പിന്തിരിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമം വിഫലമായി. ഇതോടെ സേനാംഗങ്ങൾ ബലപ്രയോഗത്തിലൂടെയാണ് ജാക്കൂബിനെ നീക്കം ചെയ്തത്. ഈ ദൃശ്യങ്ങൾ ലോകമെങ്ങും പ്രചരിച്ചതോടെയാണ് ജാക്കൂബ് മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായത്. പോളണ്ടിൽ 1920 വാഴ്സോ യുദ്ധകാലത്ത് കുരിശുയർത്തി രക്തസാക്ഷിയായ വൈദികനായ ഇഗ്നാസീസ് കൊരൂപ്കോയിൽ നിന്ന് പ്രചോദനം ലഭിച്ചാണ് ഒറ്റയാൾ സമരം നടത്തിയതെന്ന് ജാക്കൂബ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.